അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ഒന്ന് ആമേൻ. ഞാൻ ഇങ്ങനെ ഓർപ്പിച്ചു, ശോഭയേറിയ അവസ്ഥയുണ്ട്. ആമേൻ. ലോകത്തിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിനായി എങ്ങനെ പ്രകാശിച്ചുവോ അതനുസരിച്ചുള്ള തേജസ് ദൈവസന്നിധിയിൽ വെച്ച് നമ്മൾ പ്രാപിക്കും. നമ്മൾ കണ്ടു, ചിലർ സൂര്യനെ പോലെ, ചിലർ നക്ഷത്രങ്ങളെ പോലെ, വേറെ ചിലർ ആമേൻ തേജസ് കുറവുള്ള നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നതായ ഒരവസ്ഥയുണ്ടെന്ന് ഞാൻ കണ്ടു. മാത്രമല്ല, നമ്മൾ ദാനിയേലോട് പറയുന്നത് കേട്ടു, ദാനിയേലേ, നീ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരിക്കായി. അതാ പ്രത്യാശ. വിശ്വാസികളുടെ പ്രത്യാശ എന്ന് പറയുന്ന അതാ. ആമേൻ. ഈ കാലയവകൾക്കുള്ളിൽ മറിഞ്ഞു പോയാലും, ആമേൻ വാങ്ങിപ്പോയാലും എന്റെ കർത്താവ് വേഗം വരുന്നെന്ന് പറഞ്ഞു. വായിച്ച ഒരു വാക്യം അങ്ങനെയാണല്ലോ. ആമേൻ. ആമേൻ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കുന്നതക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ട് വേഷനിലാണ് നമ്മൾ ഇത് കാണേണ്ടത്. ഒന്ന്, അവൻ ദൈവജനത്തിന് പ്രതിഫലമുണ്ട്. അവൻ ദുഷ്ടന്മാരായി ജീവിക്കുന്നവര് എത്ര കേട്ടിട്ടും മനസ്സിലാകാതെ ഈ ലോകം ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ആമേൻ അവരുടെ ബുദ്ധിക്ക് കഴിയാതിരിക്കുമ്പോൾ, ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ തേടി വന്ന് അവന്റെ മകനും മകളുമാക്കിയപ്പോൾ നമ്മൾ മറന്നു പോകരുത്, നമുക്ക് തേജസ്സിന്റെ ശരീരമുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെയും കണ്ടു, സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങൾ. സ്വർഗീയ ശരീരത്തിന്റെ പ്രത്യേകത, ആമേൻ മരുമലയിൽ നമ്മുടെ യേശു താനാരാന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് കണ്ട ആമേൻ മോശെയും ഏലിയാവും പറയുകയാണ്, മോശെയും ഏലിയാവും യോഹന്നാനും പറയുകയാണ്, നമുക്ക് 3 കുടിലുണ്ടാക്കാം. അല്ലേ? അങ്ങനല്ലേ? ആമേൻ. ഒന്ന് ഏലിയാവിന്, ആമേൻ 3 കുടിലുകൾ ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം എന്നാണെന്നറിയാമോ? ആമേൻ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വ്യത്യസ്തപ്പെട്ടിരിക്കും. ആമേൻ. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്ന്, ശോഭയേറിയ അവസ്ഥ എല്ലാ ദൈവമക്കൾക്കും ലഭിക്കും. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരണമായി കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ആമേൻ മധ്യാകാശത്ത് ചെല്ലുകയും അതിനുശേഷം സ്വർഗത്തിലേക്ക് എത്തപ്പെടുകയും കഴിയുമ്പോൾ 6 വർഷക്കാലം അതിന്റെ ആരംഭകാലങ്ങളിൽ കർത്താവ് ന്യായം വിധിക്കുകയും നമുക്ക് തേജസ്സിന്റെ നമുക്ക് പ്രതിഫലങ്ങൾ വീതിച്ചു തരികയും ആമേൻ ഭക്തന്മാര് രക്തസാക്ഷികൾക്ക് വലിയ വലിയ കിരീടങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ശോഭയേറിയ ഒരു ശരീരം ലഭിക്കും. ഒരിക്കൽ കൂടെ ഒരു നന്ദി പറഞ്ഞാണ്ട് ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞാണ്ട്. ഒന്നാമത് ശോഭയേറിയ അവസ്ഥ. 2, വലിയ വരുന്ന സ്ഥാനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ഈ വചനം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കഴിയുകയില്ല. ഈ വചനം ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പാപങ്ങൾ ഏറ്റുപറയുവാൻ ദൈവം അവസരം തരും. അതുകൊണ്ട് ആമേൻ നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് ആ വാക്യം ഇങ്ങനെയാ നമ്മൾ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 5:19. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവവചനത്തിലെ ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പന കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ എങ്ങനെ പഠിപ്പിക്കുകയും അപ്പോൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ അവര് സ്വർഗത്തിലുണ്ട്. സ്വന്തം പറഞ്ഞ് ചെറിയവനാണെങ്കിലും ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചവർ എല്ലാവരും സ്വർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രതിഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ മറന്നു പോകരുത്, ദൈവവചനത്തിലെ കൽപ്പനകളെ അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വലിയവരെന്ന സ്ഥാനം ലഭിക്കും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് അനേകരെ ഇത് പഠിപ്പിക്കുവാനാ. ഒന്നാമതായിട്ട് നമ്മൾ ദൈവവചനം അനുസരിക്കണം, അനുസരിച്ച് ദൈവത്തിനെ അനുധാവനം ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, നമ്മളൊക്കെ സ്വർഗീയ ഓട്ടക്കളത്തിലാണ്.
ആമേൻ. സിയോൻ സഞ്ചാരികളാണ് നമ്മള്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത്, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. അപ്പോൾ ഒരു സിയോൻ സഞ്ചാരി എങ്ങനെയാണെന്ന് ഇവിടെ വ്യക്തമായി പാട്ടുകാരൻ പാടുകയാണ്. ഞാന് സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയിലാ. ഞാന് യേശുവിനെ ചാരിയാണ് യാത്ര ചെയ്യുന്നത്. യേശുവിനെ ചാരിയത് നമ്മൾ കണ്ടു വേദപുസ്തകത്തില്. യോഹന്നാൻ മാത്രമായി യേശുവിന്റെ മാറിൽ ചാരിയത്. എന്നാൽ വിശ്വാസി നമ്മുടെ വിശ്വാസത്താൽ യേശുവിനെ ചാരി നമുക്ക് സിയോൻ യാത്രയില് അവൻ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം കഴിയുമെന്ന് പാട്ടുകാരൻ പാടുകയാ. അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും കഴിയണമെന്ന് ഇവിടെ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആമേൻ 5:19 നമ്മൾ പിന്നെ വായിച്ചല്ലോ. ആകയാൽ ഏറ്റവും ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുന്ന മനുഷ്യൻ അത് അങ്ങനെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനോ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനെന്ന് വിളിക്കപ്പെടും. യോഹന്നാൻ ചാരി നമുക്ക് സ്വർഗീയ സിയോനിലേക്കുള്ള ഓട്ടക്കളത്തിലോടാം. എനിക്ക് ഒത്തിരി സന്തോഷം. അബ്രഹാം പിതാവിനെ ഓർക്കുമ്പോഴ്, ദാനിയേലിനെ ഓർക്കുമ്പോഴ്, പ്രവാചകന്മാരെ ഓർക്കുമ്പോഴ് അവരൊക്കെ സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയില് നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങള് അവർ വിശ്വാസ കണ്ണാൽ കണ്ടു. അവർക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിന്റെ അവൻ ദൈവത്തിന് സ്തോത്രം കാൽവരി യാഗം, അവന് ഒരാടായി കുഞ്ഞാടായി അവിടെ യാഗം കഴിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ 2000 വർഷങ്ങൾക്കപ്പുറം ആ കാലങ്ങളിൽ ജീവിച്ചിരുന്ന തന്റെ ശിഷ്യന്മാരും യഹൂദന്മാർക്കും അത് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അനേകർ അത് വിശ്വസിച്ചപ്പോൾ അനേകരത് ആമേൻ യേശുവിനെ നിന്ദിച്ചുകൊണ്ട് അത് വിശ്വസിക്കാതെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവസാന നിമിഷത്തിൽ യോഹന്നാന് നിങ്ങളിൽ ഒരാളെന്നെ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ എല്ലാ ശിഷ്യന്മാരും കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ശിഷ്യനായി യോഹന്നാൻ. നമുക്കും പറയാൻ കഴിയണം, എന്റെ യേശു എന്നെ അധികം സ്നേഹിക്കും. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും നിന്നെ സ്തുതിപ്പാൻ എനിക്ക് കൃപ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ശിഷ്യന്മാർക്ക് ഭയമാണ് ചോദിക്കാൻ ആരാ ഒറ്റ കൊടുക്കുമെന്ന് എല്ലാവരും സംശയം. പറയരുത്, ഞാൻ ഒറ്റ കൊടുക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. തോമസിന് പറയാം, ആമേൻ. ആമേൻ. പത്രോസിന് പറയാം, ഫിലിപ്പോസിന് പറയാം, ആമേൻ. അവർക്കൊക്കെ പറയാം ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവരെല്ലാം യോഹന്നാനോട് ചോദിക്കുക. അപ്പൊ അവർക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഒരുപക്ഷെ ഒറ്റ കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവര് ആത്മാവിൽ നിറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ, അവര് പറയും യോഹന്നാനെ ഇങ്ങനെ പറയും, യേശുവിനോട് ചോദിക്കുക. കർത്താവിന്റെ മാറിൽ ചാരി കിടക്കുന്ന യോഹന്നാൻ ചോദിച്ചു, ആരാണ് കർത്താവേ നിന്നെ ഒറ്റ കൊടുക്കുന്നത്? ഉടനെ പറഞ്ഞു, എന്നോടുകൂടെ ഈ താലത്തിൽ അപ്പകഷ്ണം മുക്കുന്നവൻ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. താലത്തിൽ കൈയിടുന്നവൻ തന്നെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ യൂദ പിന്നെ നിന്നില്ല. അതാണ്, പിന്നെ അവനോട് നിൽക്കാൻ പറ്റുന്നില്ല. ആമേൻ. ദൈവസഭയിൽ ആമേൻ ആമേൻ ആരാധനയിൽ ദൈവജനത്തിന് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ആമേൻ. ആരാധന ദൈവത്തിനുള്ളതാണ്, അത് മനുഷ്യർക്കുള്ളതല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ വിഷയത്തില്. ഈ ലോകത്തിന്റെ പ്രഭു അനേകർക്ക് ഇന്ന് അവരുടെ ഹൃദയത്തിൽ രാജാവാ. ഈ ലോകത്തിന്റെ പ്രഭുവാരാ? അവൻ ലൂസിഫറാണ്. അവൻ ആമേൻ ദൈവത്തിന്റെ സ്തോത്രം അരുണോദയപുത്രനായ ശുക്രനാണ്. ഇന്ന് ലോകത്തില് അനേകരെ നയിക്കുന്നത് അവൻ ഈ പൈശാചികന്റെ തലവനും അവന്റെ അനുയായികളുമാ. എന്നാൽ ദൈവത്തിന് സ്തോത്രം രാജാതി രാജാവായി പിതാവിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരിക്കുന്നവനായ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഈ താൽക്കാലിക ലോകത്തിലെ രാജാവായ ആ
ആമേൻ പൈശാചികനെ സ്വീകരിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തരായി ആമേൻ രാജാതി രാജാവായി യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം ഓർപ്പിച്ചത്, കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ രണ്ട് പുത്രനിലൂടെ നൽകിയ സ്നേഹം രുചിച്ചറിഞ്ഞവരാണെങ്കിൽ ഒരു സ്വന്തം. പണ്ടൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഒരു പാത്രത്തില് നമ്മൾ പഞ്ചസാര എഴുതുക, മറ്റൊരു പാത്രത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുക. അപ്പം പഞ്ചസാര എന്നെഴുതിയ ആ പാത്രത്തില് നമ്മള് ടേസ്റ്റ് നോക്കാൻ തക്കവണ്ണം നമ്മുടെ നാക്കതിൽ ആമേൻ തൊട്ടാല് നമുക്ക് മധുരിക്കുമോ? ഇല്ല. എന്നാൽ ഓർക്കണം, ഹല്ലേലൂയ, പഞ്ചസാര വെച്ചിരിക്കുന്ന പാത്രത്തില് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാല് ആ പഞ്ചസാരയുടെ ഗുണമനുഭവിക്കുവാൻ നമുക്ക് കഴിയും, അതിന്റെ മധുരം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിനെ രുചിച്ചറിയുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നീ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തില് സ്വീകരിക്കുന്നെങ്കിൽ നീ സ്വർഗത്തിന്റെ മകനാണ്, മകളാണ്. നിന്നെ ചേർക്കാനാണ് അവൻ വേഗം വരുന്നത്. ദൈവത്തിന് സ്വന്തം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള 19-ാം വാക്യത്തില് നമ്മള് ഗിരി പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നത് കാണുന്നുണ്ട്. വായിച്ചാട്ട് 5:1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ പുരുഷാരത്തെ കണ്ടാവേ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മളെ ശ്രദ്ധിച്ചേ, ദൈവിക വചനം സംബന്ധിച്ച്, ദൈവിക വ്യവസ്ഥകൾ സംബന്ധിച്ച് ആമേൻ ആത്മാവിൽ ഞാൻ ദരിദ്രനാണെന്ന് പറഞ്ഞാൽ നീ ഭാഗ്യവാനാ. കേട്ടോ, എനിക്കെല്ലാം അറിയാം. മുഴുവൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് ഒരു ബഹുമാനപ്പെട്ട പുരോഹിതൻ പ്രസംഗിക്കുന്നത് കേട്ടു. ഞാൻ വേദപുസ്തകം 75 പ്രാവശ്യം, ഒരു സുവിശേഷകനാ 75 പ്രാവശ്യം ഞാൻ മുഴുവനായും വായിച്ചു, മുഴുവനായും ഞാൻ വായിച്ചു ധ്യാനിച്ചു. പക്ഷേ ആ വേദപുസ്തകത്തിന്റെ ഒരു കോണിന്റെ ഒരംശം പോലും എനിക്ക് സാംശീകരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞുവെങ്കിൽ നമ്മൾ ഓർക്കണം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതൊന്നും വായിച്ച്, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ നമ്മൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും വരുന്നെങ്കിൽ അത് ക്രിസ്തുവിന്റെ മേലിട്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലം എന്റെ മേലിട്ടുകൊള്ളുവീരെന്ന്. ആ ചിന്താകുലങ്ങൾ ഇട്ടുകൊണ്ട് നീ ദുഃഖിച്ചാൽ നിന്റെ ദുഃഖം മാറ്റുന്നവനായ ഒരു ദൈവമുണ്ട്. നീ മാത്രമല്ല, നീ ഒരു ഭാഗ്യവാനാണെന്ന് പറഞ്ഞിരിക്കുക. ഒന്ന് ഇവിടെ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാന്മാർ. 2 പറയുക, ദുഃഖിക്കുന്നവർ. എന്ന് സന്തോഷമാണെങ്കിൽ അവൻ ഭാഗ്യവാനല്ലെന്ന് അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കൊക്കെ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവവേദന തരുന്നത് ആ ക്രിസ്തുവിലേക്ക് ഒന്ന് നോക്കാനാ. പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കാനാ, നമ്മുടെ അരുമനാഥന്റെ മുഖത്തേക്കൊന്ന് നോക്കാനാ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആ അരുമനാഥന്റെ മാറിൽ ചാരിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്താ? അവർ ഭൂമിയെ അവകാശമാക്കും. അടുത്ത വാക്യം, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് തൃപ്തി വരും. അവർക്ക് നീതി ലഭിക്കും, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഉണ്ടോ? നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കിയാൽ, നമ്മള് സ്വയം ശോധന ചെയ്യുക. ഇവിടെ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പിന്നീട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അവൻ ബമ്പർ ലോട്ടറി അടിച്ചവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്നാ പറയാൻ ചെന്നറിയാമോ? പണ്ട് കാലങ്ങളിൽ ലോട്ടറി അടിച്ചവര് പറയുക, അടിക്കാതിരുന്നതായിരുന്നു നല്ലത്, ഇപ്പൊ ഒന്നുമില്ലെന്ന് എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞത്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ.
ദൈവത്തെ കാണാം. അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണാൻ കഴിയണമെങ്കിൽ പ്രിയ ദൈവജനമേ, നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. അതിന് മറ്റൊരു പേരുണ്ട്, നിർമ്മല ഹൃദയമുള്ളവർ ആയിരിക്കണം. കുഞ്ഞുങ്ങളുടെ ഹൃദയമുള്ളവരായിരിക്കണം. ഹൃദയശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, നീ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ. അവ ഹൃദയശുദ്ധിയുള്ളവൻ നിഷ്കളങ്കന. അവന് നേരുള്ളവർക്ക് ഒരു നന്മയും കർത്താവ് മുടക്കുകയില്ല. അപ്പൊ ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് നമ്മുടെ നേരുകൊണ്ടൊന്നും അല്ല കർത്താവ്. നമ്മളെ കർത്താവ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം പിതാവ് നമ്മളെ ആകർഷിച്ചതിനായി ഒരു സ്തോത്രം പറഞ്ഞാൽ എത്രയോ പേർക്ക് ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോ പിതാവ് നമ്മളെ ആകർഷിച്ചു, അവന്റെ മകനാക്കി മകളാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ ആമേൻ സ്വർഗരാജ്യത്തില് ഏറ്റവും ചെറിയവരെന്ന ഭാഗ്യം എങ്കിലും നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടണമെന്ന് ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ആത്മീയ വളർച്ചയുടെ അവസാന ഘട്ടത്തിൽ പിന്നീട് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകാൻ തക്കവണ്ണം ഓടിയില്ല, പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സ്വർഗരാജ്യത്തിൽ ദൈവസന്നിധിയില് ശോഭയുള്ള അവസ്ഥയിൽ ഞാൻ ജീവിക്കുമെന്ന് പറയുവാനുള്ള പ്രത്യാശ തന്റെ മരണസമയത്ത് ദൈവദേഹത്തിന് കൊടുത്തു. ഞാനതുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, പ്രതിഫലം തന്നിടുവാൻ ദൈവകൽപ്പനകളെ അപ്രധാനമെന്ന് കരുതുന്ന അനേക ആളുകളുണ്ട്, അവഗണിക്കുന്ന അനേക ആളുകളുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ആ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ നിനക്ക് മടങ്ങി വരാൻ സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മുട്ടുമടക്കുമ്പോൾ, നിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോൾ, നിന്റെ പാപങ്ങളെ ആത്മാവ് കാണിച്ചു തരുമ്പോൾ, എന്റെ യേശു നിന്റെ അരികിൽ വന്ന് അവന് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിൽ ഒഴുക്കിയ പുണ്യാക രക്തം കൊണ്ട് നിന്നെ കഴുകി ശുദ്ധീകരിച്ച് അവന്റെ മകനാക്കി, അവന്റെ പ്രിയ മകനാക്കി ഇന്ന് പകൽക്കാലം തീർക്കും. നീ ഒരു പൈസയും കൊടുക്കണ്ട, പണം ചെലവില്ല, ഒരു പണച്ചെലവുമില്ല. നിന്നെ അവൻ സ്നേഹിക്കുന്നു എന്ന് നീ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിന്നെ അവന്റെ മകനാക്കി തീർക്കും. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് തുടർന്ന് ജീവിച്ചാൽ നിന്നെ സ്വർഗത്തിൽ ഏറ്റവും വലിയവരെന്ന സ്ഥാനം ലഭിക്കും. 2 കാര്യങ്ങളെ ഞാൻ ഉറപ്പിച്ചു. 1, ശോഭയേറിയ അവസ്ഥ. 2, വലിയവനെന്ന സ്ഥാനം. പ്രിയപ്പെട്ടവരെ, എന്നാൽ പലരും പറയും, ഞങ്ങൾക്ക് അല്ലെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പറയും ഒരു ചെറുമണിയെങ്കിലും സ്വർഗരാജ്യത്തിൽ കാഴ്ചവെക്കാൻ. ചെറുമണി എന്ന് അവർ ഉദ്ദേശിക്കുന്ന ആത്മാക്കളെയാണ്. ഇവിടെ ഈ കൂട്ടായ്മയിലെ ഒരു അമ്മച്ചി അങ്ങനെ ഉണ്ടായിരുന്നു. അമ്മച്ചി എപ്പോഴും പറയും, കർത്താവേ ഇതിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ സഹോദരിമാരല്ലേ, അവർക്ക് അങ്ങനെ ആത്മാക്കളെ
കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി പറയും, ചെറുമണിയെങ്കിലും നിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുക. ഒരിക്കലും അമ്മച്ചിയുമായി ഞാൻ സംസാരിച്ചു. അമ്മച്ചി അങ്ങനെ പറയരുത്, പ്രായം ഒത്തിരി ആയില്ലയോ, ഇനിയും പറ, ചില നെൽമണികളെങ്കിലും ഒന്ന് കാഴ്ചവെക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരു കറ്റ തന്നെ കാഴ്ചവെക്കാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ എന്ന് നൂറുകണക്കിന് ആത്മാക്കളെ കാഴ്ചവെക്കാൻ കൃപ ചെയ്യണമേ എന്ന് അമ്മച്ചി എന്ത് പ്രത്യാശയോടെ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയി. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്കും ഈ പ്രത്യാശ ഇങ്ങനെ ദൈവം നൽകട്ടെ എന്ന് പറയുകയാണ്. മൂന്നാമതായി 3 കാര്യങ്ങള് സമയം പോയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പിന്നീട് ദൈവത്തിന് സ്തോത്രം, 7 കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നീട് നമുക്ക് ഓർപ്പിക്കാം. ഒന്ന് വെളിപ്പാട് പുസ്തകം 3:21 ഇങ്ങനെ പറയുന്നു, ജയിക്കുന്നവന് കർത്താവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ടുള്ള വരം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ആമേൻ. അവിടെ പറയുകയാണ്, ജയാളികൾക്ക് ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടി ബിരുദം പ്രാപിച്ച് ജയം പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണ്. അതൊന്നുകൂടെ അടിവരയിട്ട് പറയേണ്ട കാര്യമാ. എന്താണ്? ദൈവത്തിന് സ്തോത്രം. വായിച്ച്, ജയിക്കുന്നവര് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ എന്ന് പറഞ്ഞാ എന്നെ നിങ്ങളെയും ചേർത്ത് പിടിക്കും സ്വർഗീയ സംഗതിയിൽ. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരർത്ഥമുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയിൽ അവൻ ക്രിസ്തുവിനോടുകൂടെ വാഴുമെന്ന് പറയുകയാണ്. ഈ 2 അർത്ഥങ്ങളും ഒന്ന് പ്രതിഫലം വഹിച്ച ശേഷം ദൈവജനവും ക്രിസ്തുവും കൂടെ മടങ്ങി വരുന്നത് ഈ ഭൂമിയിലേക്ക് 1000 വർഷത്തെ ഭരണത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ സഹസ്രാബ്ദ ഭൂമിയിൽ നമുക്ക് അവനോടൊപ്പം വാഴുവാൻ തക്കവണ്ണം സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ജനങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം ഉള്ള ആ വരം നൽകുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ നമ്മുടെ ജീവിതത്തിന്റെ താഴ്ചയിലും നമ്മുടെ വേർപാടിന്റെ അനുഭവത്തിലും കഷ്ടതയിലും അവനെ പിൻപറ്റുന്നവര് മഹത്വത്തിൽ കർത്താവിനെ പിന്തുടരുന്നവരായി തീരുമെന്ന് വേദപുസ്തകം നമ്മൾ ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിക്കുവാൻ വരം നൽകും. കർത്താവ് ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ പിതാവിനോടുകൂടെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. വളരെ വ്യക്തമായി വേദപുസ്തകം പറയുക, ജയിച്ച ഒരാളെ ഉള്ളൂ. അനേക മഹാത്മാക്കളുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ ഒരേ ഒരു കല്ലറ മാത്രമേ തുറന്നു കിടപ്പുള്ളൂ. ആ കല്ലറ മറ്റാരുടെയുമല്ല. ഈ ലോകത്തില് ഓട്ടക്കളത്തിൽ ഓടി ഓട്ടം പൂർത്തീകരിച്ച് കാൽവരിയിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവനെ ബലിയർപ്പിച്ച് പിതാവിന്റെ അടുക്കൽ കടന്നു എന്ന് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ യേശുവല്ലാതെ വേറെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇന്നും അവന്റെ കല്ലറകൾ തുറന്നു കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തോണം, നമ്മുടെ കർത്താവിന്റെ കല്ലറകൾ തുറന്നു കിടക്കുക. നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുക. വിശുദ്ധന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുക. എന്നാൽ ഒരുവന്റെ മാത്രം കല്ലറ തുറന്നു കിടക്കുന്നു. അത് ഞാൻ കണ്ട എന്റെ യേശുവിന്റെ കല്ലറയാ. എന്നാ കാര്യം എന്നറിയാമോ? അത് ലോകത്തോട് വിളിച്ചറിയിക്കുകയാണ്. ഇവന് കല്ലറ തുറന്ന ശേഷം അവൻ പോയതുപോലെ വീണ്ടും വരും തന്റെ മക്കളെ ചേർക്കാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നവന് കർത്താവിനോടുകൂടെ ഇരിപ്പാനുള്ള വരം ലഭിക്കുമെന്ന്, സിംഹാസനം ഇരിപ്പാനുള്ള വരം ലഭിക്കുമെന്ന് നമ്മൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എന്റെ പിതാവിനോടുകൂടെ ജയിച്ച് ഇരുന്നതുപോലെ നിങ്ങളെയും ഇരുത്തുമെന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുക. അതുകൊണ്ട് അനേക ഭക്തന്മാർ അവരുടെ ജീവിത അന്ത്യത്തില് അവർ പറയാറുണ്ട്. ഞാൻ വേദപുസ്തകത്തിൽ തന്നെ പറയാം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി. അത് അമ്മായിമ്മയോടും മരുമകളോടും അമ്മായിമ്മയോടാണ്
ഭാര്യയോടാണോ സഹോദരങ്ങളോടാണോ? അല്ല, ഞാന് നല്ല പൊരുതി എന്റെ കർത്താവിന് വേണ്ടി എന്തും ഏതുമാകുവാൻ തീരുമാനിച്ചു. ഒരിക്കൽ അവന്റെ പ്രകാശം എന്നെ ചുറ്റി മിന്നിയപ്പോൾ ഞാൻ കണ്ണു കാണാത്തവനെ പോലെ നിലത്ത് വീണു. ഒരു ഭക്തനായ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കണ്ണു തുറന്നു തന്നു. ആമേൻ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനു മുൻപ് ഞാൻ അവന്റെ ശബ്ദം കേട്ടു. ആമേൻ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം സൂക്ഷിപ്പുകാരനായിരുന്ന ശൗലിന് ബോധ്യമായി ഇത് സ്തെഫാനോസ് കണ്ട ക്രിസ്തുവാണ്. അവൻ പറയുക, നീ ആരാകുന്നു ക്രിസ്തു? നീ ആരാകുന്നു ദൈവമേ? നീ ആരാകുന്നു കർത്താവ് എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ജീവിതത്തിൽ കാഴ്ച ലഭിക്കുന്നത്. സ്തെഫാനോസിന്റെ കാഴ്ചയാണ് പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, അവയുടെ ശബ്ദം കേട്ടപ്പോൾ അവനെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, അനേക നാളുകളായി നമ്മൾ കേൾക്കുന്ന വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വൈദ്യശാസ്ത്രം നമ്മളെ ഉപേക്ഷിക്കുമ്പോഴാണ് നമുക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നത്. വൈദ്യശാസ്ത്രം പറയും, ഇനി നിനക്ക് ഇത്ര ദിവസം കൂടെ ആയുസുള്ളൂ, ഇത്ര കാലം കൂടെ ആയുസുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുവാൻ ഒരു മുഖമുണ്ട്, നമുക്ക് അന്വേഷിപ്പാൻ ഒരു മുഖമുണ്ട്, നമുക്ക് കണ്ടെത്താൻ ഒരു മുഖമുണ്ട്. അത് നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ യേശുവിന്റെ മുഖമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആമേൻ, ആളിയാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓടുന്നവർക്ക് ആമേൻ ഓട്ടക്കളത്തിൽ ആ പൗലോസിനെ പോലെ പറയണം, ഞാൻ നല്ല പൊരുതി. ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മരണസമയത്തെങ്കിലും ചെറുതായിട്ടെങ്കിലും പറയാൻ കഴിയണം, കർത്താവേ, എനിക്ക് കഴിയാവുന്നത് പോലെ ഞാൻ ഓടി, എന്റെ ഓട്ടം തികച്ചു. ആമേൻ, അതേ പറയുകയാണ്, നല്ല പോർ പൊരുതു. ആമേൻ, ഓട്ടം തികച്ചു. അടുത്തത് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ആദ്യം ലഭിക്കുന്ന വിശ്വാസം. ആദ്യ വിശ്വാസം നമ്മൾ ത്യജിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഒരുവൻ ആമേൻ ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവകൃപ പ്രാപിച്ച ശേഷം അവൻ മടങ്ങിപ്പോയാൽ പിന്നീട് അവനെ വീണ്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവനെ പിതാവ് ദർശിച്ചെങ്കിൽ ഒരു പക്ഷേ ദൈവത്തിന് സ്തോത്രം മടങ്ങി വരാൻ സാധ്യത ഉണ്ടാകും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നത് അങ്ങനെയാ. നീ പിന്മാറിപ്പോയാൽ പിന്നെ നീ ആരുടെ കയ്യിലാ? സാത്താന്റെ കയ്യിലാ. അവൻ നിന്നെ വിട്ടുതരില്ല. നിനക്ക് പിന്നെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ക്രിസ്തുവിനെ നോക്കാൻ കഴിയുകയില്ലെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 3 കാര്യങ്ങളായി ഇവിടെ പറയുന്നു. ഇവിടെ ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ പൗലോസ് അവസാനം പറയുകയാ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഈ 3 കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് നേടുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നല്ല പോർ പൊരുതു. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വന്തം പറയും, എന്നാലും ഒന്ന് പറ, വിശ്വാസത്തോടെ. അപ്പൊ നമ്മൾ ഒരു ചുവടുകൂടെ മുന്നോട്ട് വെക്കുക. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അതും കഴിഞ്ഞിട്ടില്ല. നമ്മൾ മരണസമയമാവും പല കർത്താവ് വരുമ്പോ വിശ്വാസം. ഇത് നമുക്ക് ഉറപ്പായിട്ട് പറയണം. ഈ 3-ൽ ഒന്നെങ്കിലും വിശ്വാസം കാത്തു. എന്ത് വിശ്വാസം? യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം. നമ്മുടെ ക്രിസ്തുവിനുള്ള വിശ്വാസം അത് നമ്മളെ സൂക്ഷിച്ചു. അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന വിശ്വാസം, അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്ന വിശ്വാസം, ഞാൻ മരിക്കേണ്ടതിന് പകരമായി എന്റെ കർത്താവ് മരിച്ചു എന്ന വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മളെ സ്വർഗീയ പരദീസയിൽ എത്തിക്കുന്നത്. എന്നിട്ട് ഉറപ്പായിട്ടും പൗലോസിലേക്ക് പറയുക, എന്താ ഒരു കാര്യം പറഞ്ഞു, നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. എന്നിട്ട് അടുത്ത് പറയുന്നത്, എനിക്ക് മാത്രമല്ല, ക്രിസ്തുവിൽ യേശു കർത്താവിൽ പ്രത്യക്ഷം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. 7 കിരീടങ്ങളില് കിരീടങ്ങളില് നമ്മൾ കണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആമേൻ, ദൈവത്തിന് സ്തോത്രം. 6 കിരീടങ്ങൾ, പൊൻകിരീടമാണ് ലാസ്റ്റ്. പ്രിയപ്പെട്ടവരെ, അവൻ പൗലോസിന് നീതിയുടെ കിരീടം ലഭിക്കും. അവന് ഉറപ്പ് ലഭിച്ചു. അനേക ഭക്തന്മാരുടെ മനസ്സിലായി. അവര് മരണത്തെ മുഖാമുഖമായി കണ്ട ഒരു ദേവദാസനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനം വായിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ അവസാനം അദ്ദേഹം ഡോക്ടർ വന്ന അദ്ദേഹത്തിന് വിധി എഴുതി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഉടനെ മരിച്ചു. ഉടനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
ഡോക്ടറെ ഞാനും അത് ആഗ്രഹിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇനി വൈദ്യശാസ്ത്രത്തിന് എന്നെ രക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒരു മരുന്നും ഡോക്ടറുടെ കയ്യിലില്ലയോ എന്ന് ചോദിച്ചു. ഉടനെ ആ ഡോക്ടർ പറഞ്ഞില്ല, നിങ്ങൾ ഇത്ര മണിക്കൂറിനകം, നമുക്കറിയാം ഐസിയുവിൽ കയറി കഴിയുമ്പോൾ അമേൻ പലപ്പോഴും ഡോക്ടർമാർ പറയും അമേൻ അദ്ദേഹത്തിന് ശ്വാസം നിലച്ചിരിക്കുകയാ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ മരിച്ചു പോകുമെന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കത്തില്ല. കാരണം എന്നാണെന്നറിയാമോ, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് എന്റെ ഉള്ളിൽ നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ മരിച്ചാലും അവൻ എന്റെ കർത്താവിന്റെ വരവെങ്കിൽ അവൻ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ ഞാൻ അവരെ എതിരേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയില്ല? ഈ വേദനയിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ വേദന ഏറ്റെടുത്തൊരു ദൈവമുണ്ട്. ആ യേശു കർത്താവ് അനുഭവിച്ച വേദനയോളം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, യേശു ആരാ? അദ്ദേഹം മറ്റൊരു സഭാഭാഗമായിരുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, യേശുവാണ്. അവൻ ലോകത്തിന്റെ മധ്യേ, കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യേ, അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ സകല മനുഷ്യർക്കും വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവ്, അവനാണ് എന്റെ രക്ഷകൻ. അവനിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്നിൽ നിത്യജീവന്റെ ആ നിത്യജീവനുണ്ട്. അതുകൊണ്ട് ആ നിത്യജീവൻ നിത്യത എനിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ പാവപ്പെട്ട ആ മനുഷ്യന്റെ മുൻപിൽ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനിടയായി. യേശുവേ, അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ നിന്റെ മകനാക്കി തീർക്കണമേ എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇദ്ദേഹത്തിന്റെ മരണസമയത്തെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് അവസാന നിമിഷത്തിൽ ആ വിശ്വാസം കാക്കുവാൻ കഴിയുന്നത്. ഞാനതുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മളിവിടെ 3 കാര്യം പറഞ്ഞു. ശോഭയേറിയ അവസ്ഥ, ശോഭയിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കേട്ടു. സൂര്യനെ പോലെ ചിലർ ശോഭിക്കും, ചിലർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും, ചിലർ നിറം മങ്ങിയ നക്ഷത്രങ്ങളുണ്ട്, അതുപോലെ ശോഭിക്കും. എന്നാൽ തേജസ്സിന്റെ ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ശോഭയേറിയ അവസ്ഥയെ കുറിക്കുകയാണ്. 2, വലിയവനെന്ന സ്ഥാനം ലഭിക്കും. ആമേൻ. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവന് ചെറിയവനെന്ന സ്ഥാനം കിട്ടും. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ, ആമേൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ നമുക്ക് ആഹ്വാനം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയതിനായി നമുക്ക് ശ്രമിക്കാം. 3-ാമതായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ജയാളിക്ക്, ഞാൻ ജയാളിയായി പിതാവിന്റെ വലത്തുഭാഗത്തെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങൾക്കും സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ടുള്ള വരം തരും. അതുകൊണ്ട് ഭക്തനായി ഒരു മനുഷ്യൻ ഇങ്ങനെ പാടി, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരികയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല, എരികയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ തീരല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതിക ജീവിതകാലത്ത് പരീക്ഷകൾ നമുക്ക് വരാം, ശോധനകൾ നമുക്ക് വരാം, വേദനകളൊക്കെ നമുക്ക് ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഏത് തരത്തിലുള്ള വേദനകളും നമ്മളെ ചുറ്റിപ്പിടിക്കാം. എന്നാൽ ആമേൻ, അതിനൊരു പരിഹാരമുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു ദൈവം എനിക്കുണ്ട്. അവൻ കരുതിയിട്ടുണ്ട് നമുക്ക് വേണ്ടി പരിഹാരം.
പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിച്ചു. കിരീടങ്ങളെ കൂടാതെ ലഭിക്കുന്ന പ്രതിഫലങ്ങളുണ്ട്. നമ്മൾ ഗുരുവാക്യത്തിൽ വായിച്ചു, ആമേൻ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ നമുക്ക് കിരീടങ്ങളെ കൂടാതെ ശോഭയേറിയ അവസ്ഥയിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ ആയിരിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയവനെന്ന സ്ഥാനം, അവൻ ദൈവത്തിന് വേണ്ടി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് അവൻ നിൽക്കുന്നവർക്ക് ലഭിക്കുമെന്ന് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അവൻ ചെറിയവനെന്ന സ്ഥാനം, ആ വലിയവനെന്ന സ്ഥാനം അത് വിശ്വാസികൾക്ക് അവിടെ ലഭിക്കും. അതുകൊണ്ട് അവരെ ആരെയും നരകത്തിലേക്ക് തള്ളിക്കളയില്ല. പിന്നെ ജയാളികൾക്ക് നൽകുന്ന സിംഹാസനം. അങ്ങനെയാണെങ്കിൽ ആമേൻ, പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ പുത്രനോട് ഞങ്ങളെ കാലാകാലങ്ങളിലായി വിളിച്ചു വേദനിച്ച് അവിടുത്തെ പ്രിയ മക്കളാക്കി തീർത്തത് സ്തോത്രം. എന്നാൽ പലപ്പോഴും പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ നിന്റെ സ്നേഹം ഞങ്ങളെ തേടി വന്നതുകൊണ്ട്, നിന്റെ വിശുദ്ധ കരഞ്ഞങ്ങളെ ആമേൻ ചേർത്ത് പിടിച്ചതുകൊണ്ട്, നിന്റെ മാറിൽ ഞങ്ങൾ ചാരിയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഓട്ടക്കളത്തിൽ ഇത്രത്തോളം കാലം ഓടുവാൻ തക്കവണ്ണം ദൈവം സാധിച്ചതോർത്ത് സ്വപ്നം ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ജീവിതാവസാനത്തില് ഒരു പക്ഷേ കർത്താവാണോ മുൻപിൽ വരികയെന്ന് ഞങ്ങൾക്കറിയില്ല, അതോ ഞങ്ങളുടെ മരണമാണോ മുൻപിൽ വരുന്നത് ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഓട്ടക്കളത്തിൽ ആമേൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കി ധീരതയോടെ ഓടി പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസം കൂടെ നീ നൽകിയതോർത്ത് സ്തോത്രം. വീണ്ടും കർത്താവേ, അടുത്ത വ്യാഴാഴ്ച കൂടി വരുന്നവരെ അവിടുന്ന് ഞങ്ങളെ അങ്ങിങ്ങായി പരിപാലിക്കുന്നതിനായി മുന്നവേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ആയതിനായി ഞങ്ങളെ ഒരുക്കിക്കോട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുക മാത്രമല്ല, ഇന്നത്തെ വചന കേൾവി ഒന്നുകൂടെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിന്റെ പിന്നാലെ അനുഗമിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ സ്നേഹമേജാതനായ പുത്രന്റെ കൃപ, ആശ്വസിപ്പിച്ചു വഴി നടന്ന പരിശുദ്ധമായുടെ സംബന്ധം സഹവാസം ശിഷ്യ അടുത്ത വ്യാഴാഴ്ച നമ്മൾ കൂടി വരും വരെയും ഇന്ന് നാളും ഉണ്ടാകുവാനാകണമേ.